പ്രഭാത കേരളത്തിൽ ഇനി പത്രവിശേഷമാണല്ലേ? അതെ, കിരൺ ബാബു ചേരുന്നു. കിരൺ, ഈ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ മരണം അത് വളരെ വൈകിയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ന് പത്രങ്ങളിൽ കാര്യമായിട്ട് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ മരണമൊക്കെ ഉണ്ട്. ഒപ്പം മഴ വാർത്തകളും പ്രധാനമായി തന്നെ നൽകിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമസ്കാരം എൽദോ, നമസ്കാരം രഞ്ജിനി. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ മരണം ഇന്നലെ രാത്രി 12 കൂടിയാണ് ഉണ്ടാകുന്നത്. പക്ഷേ പത്രങ്ങളിലെ ലേറ്റ് എഡിഷനുകളിലെല്ലാം, ലേറ്റസ്റ്റ് പരമാവധി സിറ്റികളിലൊക്കെ വരുന്ന എഡിഷനിലായിരിക്കും. എല്ലാ എഡിഷനിലും എന്തായാലും ഒരു പത്രത്തിനും എത്തിക്കാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു മരണം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ മുൻകൂട്ടി തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ തന്നെ എല്ലാ പത്രങ്ങളും അത് സംബന്ധിച്ച അത്യാവശ്യം വിവരങ്ങളുമൊക്കെ ശേഖരിച്ച് വെക്കുകയും ചിലരൊക്കെ പേജുകളടക്കം ചെയ്തു വെക്കാറുണ്ട്. ഇത്രയും പ്രായമായ മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും അത് അങ്ങനെ തന്നെ വളരെ മനോഹരമായി തന്നെയാണ് ഈ അവസാന എഡിഷനിലാണ് നൽകിയെങ്കിലും നൽകാൻ കേരളത്തിലെ മിക്ക പത്രങ്ങൾക്കും കഴിഞ്ഞു വന്നത് ഒരു വലിയ അദ്ദേഹത്തോടുള്ള വലിയ ആദരവ് കൂടിയാണ്. അത്രത്തോളം മലയാള സാഹിത്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. എന്തായാലും നമുക്ക് പത്രം 18 കിടക്കാം. ഇന്ന് പ്രധാനമായും മഴക്കെടുതിയുടെ വാർത്തകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റു വാർത്തകളെല്ലാം വ്യത്യസ്തമായ വാർത്തകളാണ് ഒട്ടുമിക്ക പത്രങ്ങളും നൽകിയിരിക്കുന്നത്. അങ്ങനെ പൊതുവായി നൽകാവുന്ന വാർത്തകളുടെ എണ്ണം കുറയുമ്പോഴാണ് പലപ്പോഴും വ്യത്യസ്തമായ വാർത്തകൾ, സ്വന്തം എക്സ്ക്ലൂസീവുകളൊക്കെ പത്രം പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കുന്നത്. പലപ്പോഴും അങ്ങനെ ചില വാർത്തകളൊക്കെ എടുത്തു വെച്ചേക്കും, 1-2 ദിവസത്തിനിടയിൽ കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ള ചില അന്വേഷണാത്മക റിപ്പോർട്ടുകൾ, അത്തരം വാർത്തകളൊക്കെ ഈ വാർത്ത കുറവുള്ള ദിവസമാണ് പ്രാധാന്യത്തോടു കൂടി വരുന്നതും അത് കൂടുതൽ ചർച്ചയാവുന്നതും. അത്തരം ഒരു ദിവസം കൂടിയാണ് ഇന്ന്. എന്തായാലും നമുക്ക് പത്രങ്ങളിലേക്ക് കടക്കാം. മലയാള മനോരമയിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി അന്തരിച്ചു എന്നത് 1-ാം പേജിലെ മുകളിൽ തന്നെ വളരെ മനോഹരമായി തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് നമ്പൂതിരിയുടെ ഒരു ചിത്രവും അതോടൊപ്പം തന്നെ നമ്പൂതിരി വരച്ച ഒരു രേഖാചിത്രം, അത് 2-ാം എഴുത്തിലെ ഭീമൻ്റെ ചിത്രമാണ്. അത് അതിപ്രശസ്തമായ ചിത്രമായിരുന്നു. പണ്ട് മുതൽ തന്നെ ഭീമൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് 2-ാം എഴുത്തിലെ MDയുടെ ഭീമൻ, ആ ഒരു സങ്കല്പത്തെ എങ്ങനെ ആയിരിക്കും എന്ന് വരച്ച് കാണിച്ചത് നമ്പൂതിരിയാണ്. ആ നമ്പൂതിരിയുടെ വരയിലൂടെയാണ് പലരും അത് ചിന്തിച്ചത് പോലും. അത്തരത്തിൽ കേരളത്തെ സംബന്ധിച്ചും കേരളത്തിൽ കഴിഞ്ഞ ഒരു 7-8 പതിറ്റാണ്ട് കാലത്തോളം കേരളത്തിൽ നിറഞ്ഞു നിന്ന, അല്ലെങ്കിൽ കേരളത്തിലെ സാഹിത്യവുമായി അത്രത്തോളം അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ഏത് സാഹിത്യകാരന്മാരും നമ്പൂതിരിയുടെ വര ആഗ്രഹിച്ചിരുന്നൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരു മനുഷ്യനാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരവ് തന്നെയാണ് എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മനോരമ ഫ്രണ്ട് പേജിൽ വളരെ മനോഹരമായ ആ നമ്പൂതിരിയുടെ ലേഔട്ട് പോലെ തന്നെ, വര പോലെ തന്നെ മനോഹരമായ ലേഔട്ടിൽ തന്നെയാണ് ചിത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്പൂതിരി എന്ന് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പാണ്. ആ മായാതെ നമ്പൂതിരി എന്നുള്ളതിന് പകരം വേറൊരു നമ്പൂതിരി എന്ന് എഴുതാതെ നമ്പൂതിരിയുടെ കയ്യൊപ്പ്, സാധാരണ അദ്ദേഹം ചിത്രത്തിൻ്റെ അടിയിൽ ചേർത്ത കയ്യൊപ്പ് മുകളിൽ നൽകിയിരിക്കുന്നു മനോരമ. ഉൾപേജിലും നിറയെ ഒരു പേജ് തന്നെ ഇതിനുവേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. അത് ഈ പേജാണ്. ആ പേജിൽ തന്നെ എൻ്റെ പ്രധാന ഭാഗങ്ങൾ 50 കൊല്ലത്തെ വരയെടുപ്പമെന്ന് MD നമ്പൂതിരിയുടെ നവതി ആഘോഷവേളയിൽ MD മനോരമയിൽ എഴുതിയ കുറിപ്പാണ്. രാത്രി 12ക്ക് ശേഷം MDയുടെ കയ്യിൽ നിന്ന് കുറിപ്പ് വാങ്ങുക എന്നത് അസാധ്യമാണ്. അതോടൊപ്പം തന്നെ തോമസ് ജേക്കബിൻ്റെ, അദ്ദേഹം എഡിറ്റോറിയൽ അഡ്വൈസറാണ്, അദ്ദേഹത്തിൻ്റെ അഡ്വൈസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുള്ളതായിരിക്കും. നമ്പൂതിരി മലയാളത്തിൻ്റെ ആദ്യ സ്കാനിങ് മെഷീൻ എന്നാണ് പറയുന്നത്. മറ്റു പല ഈ രേഖാചിത്രകാരന്മാരും ആളുകളുടെ മുഖം, ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ആ മാറ്റം നോക്കി വരയ്ക്കുമ്പോൾ നമ്പൂതിരി ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. നമ്പൂതിരി അവരെ മനസ്സിലാവാത്ത ശേഷം നമ്പൂതിരി പുതിയൊരാളെ സൃഷ്ടിക്കുകയായിരുന്നു എന്നതാണ്. അത് സ്കാനിങ് മെഷീനാണ് നമ്പൂതിരി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് ഒരു മനുഷ്യനെ കണ്ടാലും അവരുടെ രൂപങ്ങൾ, അവരുടെ ഭാവങ്ങളെല്ലാം നമ്പൂതിരി ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കും. ആ ഒരു സ്കാനിങ് മെഷീനെ പോലെ പ്രവർത്തിച്ച മനുഷ്യനാണ് എന്ന് പറയുന്ന ലേഖനം. അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ ഇനി ഇങ്ങനെ ഒരാൾ വരിക എന്നുള്ള ലേഖനം, മോഹൻലാലിന് അദ്ദേഹമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പം, അതോടൊപ്പം തന്നെ KC നാരായണൻ്റെ അടക്കം നിരവധി ലേഖനങ്ങളെല്ലാം ചേർത്താണ് മനോരമ ഈ പേജ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മനോരമയുടെ പ്രധാന ലീഡ് വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൈവിട്ടു കാരുണ്യം എന്നുള്ളതാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കുടിശ്ശിക 887 കോടി രൂപ. സർക്കാർ അനുവദിച്ചത് 338 കോടി രൂപ മാത്രം. പല ആശുപത്രികളും സൗജന്യ ചികിത്സ നാമമാത്രമാക്കി എന്നുള്ളതാണ് മനോജ് കടമ്പാടിൻ്റെ മനോരമയുടെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ്. കാരുണ്യ ചികിത്സാ പദ്ധതിക്ക് ആവശ്യമായ പണം സർക്കാർ ലഭ്യമാക്കുന്നില്ല. അതുകൊണ്ട് സർക്കാർ ആശുപത്രികളിലും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലുമെല്ലാം തന്നെ അവർ കാരുണ്യ പദ്ധതി നിർത്തിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ചികിത്സ നാമമാത്രമാക്കി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ആ പേരിന് വേണ്ടി മാത്രം നിലനിർത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായും. ഈ കുടിശ്ശിക ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാനത്തെ സാധാരണക്കാരായ 42 ലക്ഷം ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പണമില്ലാത്തതിനാൽ വൻ പ്രതിസന്ധിയിൽ എന്നുള്ളതാണ് ഈ വാർത്ത. സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ വിശദീകരണങ്ങളും അതിൻ്റെ മറുപടിയും ഒക്കെ വരുമോ എന്നും നമുക്ക് അറിയാം. മറ്റൊന്ന് മലയാള മനോരമയിലെ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് പ്രതിസന്ധിയിൽ പിന്തുണ, പവാറിൻ്റെ വീട്ടിലെത്തി രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. പ്രഫുൽ പട്ടേൽ അടക്കം 12 പേരെ പുറത്താക്കി പവാർ പക്ഷം എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ദേശീയ
തലത്തിൽ തന്നെ BJPക്ക് ബദലായുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ഐക്യനിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ട ആളായിരുന്നു, അല്ലെങ്കിൽ വഹിക്കുന്ന ആളായിരുന്നു ശരത് പവാർ. ശരത് പവാറിനെ പോലെ ഒരു തലയെടുപ്പുള്ള അല്ലെങ്കിൽ തലമുതിർന്ന ഒരു ഇന്ത്യ ആകെ അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തന്നെയാണ് കൃത്യമായി തന്നെ BJP പിളർത്തി രണ്ട് കഷ്ണമാക്കി മുറിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു തിരിച്ചടിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോഴും പിന്തുണയുണ്ട് കോൺഗ്രസിന് എന്ന് അറിയിക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി പവാറിനെ വീട്ടിൽ പോയി കാണുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചെറിയ കോളം കൊടുത്തിട്ടുണ്ട്. ജയിലിൽ പോകേണ്ടി വരുമെന്ന് പ്രഫുൽ പട്ടേൽ പറഞ്ഞു പവാർ. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ അട്ടിമറിക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രഫുൽ പട്ടേൽ തന്നെ വന്നു കണ്ട് BJPയുമായി കൈകോർക്കാനുള്ള തീരുമാനം അറിയിച്ചതായി പ്രവർത്തക സമിതി യോഗത്തിൽ ശരത് പവാർ വെളിപ്പെടുത്തി. BJPക്കൊപ്പം നിന്നില്ലെങ്കിൽ തനിക്കെതിരായ കേസുകൾ കുത്തിപ്പൊക്കുമെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നും പ്രഫുൽ പട്ടേൽ അറിയിച്ചുവെന്നും പവാർ പറഞ്ഞു. ജയിലിലേക്ക് പോകണോ BJPക്കൊപ്പം പോകണോ എന്നുള്ള ചോയ്സ് മാത്രമേ പ്രഫുൽ പട്ടേലിന് മുന്നിലും അജിത് പവാറിന് മുന്നിലും ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞതെന്നാണ് പറയുന്നത്. അവരുമായി അടുപ്പമുള്ള നേതാക്കളും അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവർ NCP വിട്ട് ജയിൽ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ മറ്റു പാർട്ടിയിലേക്ക് നിന്ന് അധികാരത്തിൽ തുടരാം എന്നുള്ളത് കണ്ട് അവർ പാർട്ടി മാറിയത് എന്നുള്ള ഒരു വിശദീകരണമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാറുന്നൊരു സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു വിശദീകരണം കൂടിയാണ് ഈ വാർത്തയിൽ നൽകുന്നത്. മറ്റൊന്ന്, ബീഹാറിൽ കണ്ണറിഞ്ഞ് BJP JDUവിനെ പിളർത്തിയേക്കുമെന്നുള്ള മിഥുനം കുര്യാക്കോസിൻ്റെ വാർത്തയാണ് ഡൽഹിയിൽ നിന്നും. സമാനമായൊരു വാർത്ത തന്നെയാണ്. ഇനി അടുത്ത ബീഹാറാണ് പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം. 48 സീറ്റുകളാണ് മഹാരാഷ്ട്രയിലുള്ളതെങ്കിൽ 40 സീറ്റുള്ള സംസ്ഥാനമാണ് ബീഹാർ. പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അവിടെ JDUവിനെ പിളർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് BJP കടന്നു എന്നുള്ളതാണ്. പ്രതിരോധിക്കാൻ MLAമാരുമായി കൂടിക്കാഴ്ച നടത്തി നിതീഷ് കുമാർ എന്നുള്ളതാണ്. ഈ BJPയുടെ പ്രതിരോധിക്കുമ്പോൾ 1-2 പേരെ അടർത്തിക്കൊണ്ടുപോകുന്ന രീതിയല്ല ഉള്ളത്. ഒരു പാർട്ടി അപ്പാടെ തന്നെ പിളർത്തി ആ പാർട്ടിയിലെ പകുതിയിൽ കൂടുതൽ ആളുകളെ MLAമാരെ MP മാരെയൊക്കെ കൊണ്ടുപോകുന്ന രീതിയാണ് ശിവസേനയിലായാലും NCPയിലായാലും കണ്ടത്. അത്തരമൊരു ഭയം ഇപ്പോൾ JDUവിനുമുണ്ട്. ആ ഭയം നേരിടാൻ അവരും തയ്യാറെടുക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത് മനോരമ. മറ്റൊന്ന് രസകരമായ ഒരു വാർത്തയാണ്. സുപ്രീം കോടതിയുടെ ഇന്നലെ ചാനലുകളെല്ലാം പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയതാണ്. അരിക്കൊമ്പൻ ശല്യം സുപ്രീം കോടതിയിലും എന്നുള്ളതാണ്. തുടരെയുള്ള ഹർജികളിൽ അതിർത്തി പ്രകടിപ്പിച്ച ചീഫ് ജസ്റ്റിസ് എന്നാണ്. ഈ അരിക്കൊമ്പന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഓരോ ഹർജിയും കൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇങ്ങനെ ഹർജിക്കാർ വന്നു കഴിഞ്ഞാൽ അതിന് സുപ്രീം കോടതി പറഞ്ഞ അവസാനം ഇത് ഏതെങ്കിലും അരിക്കൊമ്പനുള്ള സ്നേഹം കൊണ്ടോ ആന സ്നേഹം കൊണ്ടൊന്നും അല്ല, ഇവർ ശല്യക്കാരായി മനഃപൂർവ്വം ഇങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചാനലുകളും പത്രങ്ങളും എല്ലാം വാർത്ത കൊടുക്കും എന്നറിയാം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ആന സ്നേഹികളോ ഒന്നുമല്ല, അവർ ഇങ്ങനെ ഇതിൻ്റെ പേരിലൊക്കെ വാർത്തയിൽ ഇടം പിടിക്കാൻ വേണ്ടിയുള്ള ചിലരുടെ ശ്രമങ്ങളാണ്. എന്തായാലും പിഴയിട്ടാണ് സുപ്രീം കോടതി മടക്കി വിട്ടത്. ഇനി അരിക്കൊമ്പനുമായി ചെന്ന് കഴിഞ്ഞാൽ പിഴ കിട്ടുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി സുപ്രീം കോടതി ഇതിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, കേരള കൗമുദിയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അധിക ചിലവ് വരുത്തിയ ശേഷം കൂട്ടപ്പിഴിച്ചിലിന് KSEB എന്നുള്ളതാണ്. നിരക്ക് കൂട്ടാനുള്ള തീരുമാനം. കഴിഞ്ഞ ദിവസവും ഇതിന് സമാനമായ ഒരു വാർത്ത കേരള കൗമുദി നൽകിയിരുന്നു. പോസ്റ്റ്മാർട്ടിലും ലൈൻ വലിക്കലിനുമൊക്കെ ഫീസ് കൂട്ടാനുള്ള ശുപാർശ സംബന്ധിച്ച്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു KSEBയെ സംബന്ധിച്ച് KSEBയിൽ പലതരത്തിലുള്ള അധിക ചെലവുകൾ ഉണ്ടാവാറുണ്ട്. ഈ അധിക ചെലവിൻ്റെ എല്ലാം അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആസൂത്രണത്തിൽ ഉണ്ടാകുന്ന പിഴവുകളുടെ എല്ലാം ബാധ്യത ഒടുവിൽ വഹിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളുടെ വൈദ്യുതി ചാർജിലാണ് കൂട്ടുന്നത്. അല്ലാതെ അവർ അതിനു മുമ്പ് നടത്തിയ ദൂരത്തിനെ കുറിച്ചോ അന്വേഷണമോ അല്ലെങ്കിൽ തിരുത്തലുകളോ KSEBയിൽ നടക്കുന്നില്ല. എല്ലാം അവസാനം വഹിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് എന്നുള്ള ഒരു ആംഗിൾ കൂടി പല ഘട്ടത്തിലായി വന്നിട്ടുണ്ട്. അത് ഒരു വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കേരള കൗമുദി PH സൽകുമാറിൻ്റെ വാർത്ത നൽകേണ്ടി വരുന്നു. ബോർഡിൻ്റെ അവസ്ഥയും ജനം സഹിക്കേണ്ടത് എന്നുള്ള സാധനങ്ങളടക്കം വർദ്ധിപ്പിച്ച നിരക്കേതിനൊക്കെയാണ്. ശമ്പളത്തിനും പെൻഷനും വേണ്ടി എത്ര കോടി രൂപ ചിലവാകുന്നു, ജീവനക്കാർ എത്രയാണ്, പെൻഷൻകാർ എത്രയാണ്, അങ്ങനെ വിശദമായ ഒരു വാർത്തയാണ് ഒന്നാം പേജിൽ അവർ ഒന്നാമത്തെ വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത്. മറ്റൊന്നത്, ദേവകി നിലയങ്ങോട് വിടവാങ്ങി എന്നുള്ള വാർത്തയാണ്. അതും എല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. കേരള കൗമുദി അത് ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. നമ്പൂതിരി സമുദായത്തിനിടയിൽ പരിഷ്കരണത്തിന് വേണ്ടി ഏറെ പരിശ്രമിച്ച അല്ലെങ്കിൽ എഴുത്തുകാരി, അങ്ങനെ ഒരു വിപ്ലവകാരിയ ഒരു സ്ത്രീയായിരുന്നു. ആ പ്രാധാന്യം തന്നെ അവർക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ആദിവാസി യുവാവിൻ്റെ കാൽ കഴുകി ക്ഷമയോച്ച് ശിവരാജ് സിംഗ് ചൗഹാൻ എന്നുള്ളതാണ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഇന്നലെ മധ്യപ്രദേശിൽ ഒരു ദളിത് യുവാവിൻ്റെ ദേഹത്തേക്ക് മൂത്രമൊഴിച്ച് അയാളെ അവമാനിച്ചത്. ഇപ്പോഴും ജാതീയമായ കൊടിയ പീഡനങ്ങൾ നിലനിൽക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേർചിത്രം കൂടിയായിരുന്നു. അയാളോട് അത് വലിയ വാർത്തയാവുകയും വലിയ വിവാദമാവുകയും ചെയ്തതോടുകൂടി ഇയാൾ BJPക്കാരനാണ് ഇങ്ങനെ ഒഴിച്ചതെന്ന് അടക്കം ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ BJP അത് നിഷേധിച്ചു. എന്തായാലും മധ്യപ്രദേശ് മുഖ്യമന്ത്രി അയാളെ സ്വന്തം ഓഫീസിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ കാൽ കഴുകിക്കൊണ്ട് ഒരു പ്രായശ്ചിത്തം പോലെ മറിച്ചൊരു സന്ദേശം നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആ വാർത്തയും എല്ലാവരും പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ക്യാമ്പസിലെ ജാതി പീഡനം സുപ്രീം കോടതി ഇടപെടുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് കേരളത്തിൽ MV പ്രദീപ് കുമാർ നൽകിയിരിക്കുന്നത്. ക്യാമ്പസുകളിൽ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാകുന്നത് തടയാൻ എന്താണ് UGC ഇത്രകാലം എടുത്ത നടപടികൾ, അത് അറിയിക്കണമെന്നും ഇവരെ ഒരു ശത്രുവായി കാണാതെ അവർ പറഞ്ഞ നിർദ്ദേശങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കണമെന്നുള്ള ഒരു പോസിറ്റീവായ നിർദ്ദേശം കൂടി സുപ്രീം കോടതി വെച്ചിട്ടുണ്ട്. അത് രോഹിത് വെമുലയുടെയും പായൽ തഡ്വിയുടെയും മാതാപിതാക്കൾ നൽകിയ രണ്ടുപേരും ആ ജാതീയമായ പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ട് മരണം വരിക്കേണ്ടി വന്നവരാണ്. അവരുടെ മാതാപിതാക്കൾ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇങ്ങനെ ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്.
മറ്റൊന്ന് ഇന്നലെ കേരളവും നൽകിയതിൻ്റെ വാർത്തയുടെ തുടർച്ചയാണ്. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് ഇതര സംസ്ഥാന കുട്ടികളെ സംസ്ഥാനത്ത് എത്തിക്കുകയോ മറ്റ് സംസ്ഥാനങ്ങൾ ഇവിടെ നിന്ന് കുട്ടികളെ കിട്ടാനില്ലാത്തതുകൊണ്ട് അവരുടെ എൻട്രൻസ് പരീക്ഷ എഴുതേണ്ട അല്ലാതെ തന്നെ കുട്ടികൾക്ക് പ്രവേശനം നേടാം എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവരുന്നു. എന്നിട്ടും കുട്ടികളെ കിട്ടിയില്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി പരസ്യം കൊടുത്തിട്ട് ഞങ്ങളുടെ കേരളത്തിലേക്ക് വരൂ, ഇവിടെ പഠിക്കാൻ സൗകര്യമുണ്ട് എന്ന മട്ടിൽ പരസ്യം കൊടുത്ത് അവിടെ ആളിനെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമെന്നുള്ളതാണ് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ബിജു രമേശ് പറയുന്ന അടക്കമുള്ള ഒരു വാർത്തയാണ്. എം എച്ച് വിഷ്ണുവാണ് വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മാതൃഭൂമിയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, വീട്ടുഭാരം കേരളത്തിൽ തൊഴിലുപേക്ഷ സ്ത്രീകൾ 57%. പി കെ മണികണ്ഠന്റെ വാർത്തയാണ്. വീട്ടിൽ കുട്ടികളെയും പ്രായമായവരെയും പരിചരിക്കേണ്ടതിനാൽ സംസ്ഥാനത്തെ ഭൂരിപക്ഷ സ്ത്രീകൾക്കും ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്ന കണ്ടെത്തൽ കേരള നോളജ് ഇക്കണോമി മിഷൻ സ്ത്രീ തൊഴിൽ അന്വേഷകർക്കിടയിൽ സംഘടിപ്പിച്ച സർവേയിലാണ് ഈ വിവരം. അപ്പോൾ സ്ത്രീകൾക്ക് കൂടുതലായി പുരുഷന്മാരെക്കാൾ കൂടുതലായി ജോലിയുള്ള സ്ത്രീകൾക്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്നു. കുടുംബം നോക്കാൻ വേണ്ടി, കുട്ടികളെ വളർത്താൻ വേണ്ടി, അല്ലെങ്കിൽ വീട്ടിൽ പ്രായമായ അച്ഛനെ അമ്മയൊക്കെ നോക്കാൻ വേണ്ടി കുടുംബത്തിൻ്റെ ഭാരം ഏറ്റുവാങ്ങിക്കൊണ്ട് സ്ത്രീകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു. അത് കൂടുതലാണ് കേരളത്തിൽ എന്നുള്ള ഒരു വാർത്ത കൂടിയാണ്. പുരുഷന്മാർക്ക് പകരം പുരുഷനോ സ്ത്രീയോ ഒരാൾ നോക്കിയാൽ മതിയെങ്കിൽ അത് സ്ത്രീക്കാണ് പലപ്പോഴും നഷ്ടപ്പെടുന്നത് എന്നുള്ള ഈ സ്ത്രീ സമത്വത്തിൻ്റെ ഒക്കെ ഒരു കാലത്ത് അത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇതിൻ്റെ പരിഹാരം കാണേണ്ടത് കൂടിയാണ്. ആ വാർത്ത 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത മാതൃഭൂമിയുടേത്, താടി വളർത്തരുത് മീശ വെക്കരുത്, തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ SFIയുടെ തിട്ടൂരം എന്നുള്ളതാണ്. SFI മാത്രം പ്രവർത്തിക്കുന്നതാണ് തിരുവനന്തപുരം ആയുർവേദ മെഡിക്കൽ കോളേജിൽ. ആയുർവേദ മെഡിക്കൽ കോളേജിൽ 1-ാം വർഷ വിദ്യാർത്ഥികൾ താടി വളർത്തരുത്, മീശ വളർത്തരുത്. അതോടൊപ്പം തന്നെ അവർ പുസ്തകങ്ങൾ വാങ്ങണമെങ്കിൽ യൂണിയൻ്റെ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങണം. അതടക്കമുള്ള ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ചില നടപടികൾ അവിടെ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു വാർത്തയാണ്. രാകേഷ് കെ നായരാണ് വാർത്ത എഴുതിയിരിക്കുന്നത്. എന്നാൽ SFI ഈ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. എന്തായാലും അതോടൊപ്പം തന്നെ ആയുർവേദ കോളേജിൻ്റെ പ്രിൻസിപ്പലും ഈ ആരോപണത്തെ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നില്ല, പുസ്തകങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കാൻ വേണ്ടിയാണ് യൂണിയൻ ശ്രമിക്കുന്നത് എന്നുള്ള മറുപടിയാണ് SFIയും നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ഹനുമാൻ കുരങ്ങിൻ്റെ വാർത്തയാണ്. എന്തായാലും പരോൾ കഴിഞ്ഞു, ഹനുമാൻ കുരങ്ങ് വീണ്ടും മൃഗശാലയിൽ എത്തി എന്നുള്ളതാണ്. ഹനുമാൻ കുരങ്ങിനെ പിടിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി, പക്ഷേ അതൊന്നും വിജയിച്ചില്ല. എന്തായാലും നിരന്തരം പരിശ്രമിച്ച് ഒടുവിൽ ഹനുമാൻ കുരങ്ങിനെ വളരെ ഫലപ്രദമായി തന്നെ പിടിച്ചിരിക്കുന്നു, വീണ്ടും കൂട്ടിലെത്തിയിരിക്കുന്നു. അപ്പോൾ പരോൾ എന്നതാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഒരു തലക്കെട്ട്. അതും മനോഹരമായ ഒരു തലക്കെട്ട് തന്നെയാണ്. മറ്റൊന്ന് ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് CR കൃഷ്ണകുമാറിൻ്റെ വാർത്തയാണ്. ആരോഗ്യമന്ത്രി വന്ന് കാണുമോ എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിലെ 1-28 വാർഡുകളിൽ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ വിവസ്ത്രരായ രോഗികളുടെ അങ്ങനത്തെ ചിത്രങ്ങളും എല്ലാം നൽകിയിരിക്കുന്നു. നമ്മൾ ആരോഗ്യരംഗത്ത് ഏറെ മുന്നേറിയെന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ മെഡിക്കൽ കോളേജിലെ ചിലയിടത്തെങ്കിലും അസൗകര്യങ്ങൾ വളരെ ദയനീയമായ അവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട്. അക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു തന്നെ ഉണ്ടാവണം എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന വാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മാതൃഭൂമി രാജസ്ഥാനിൽ അടിനിർത്തി അശോക് പൈലറ്റും സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള അടിനിർത്തി ഒരു സമവായത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ എത്തിയിരിക്കുന്നു എന്നതടക്കമുള്ള വാർത്തകളാണ്. എന്തായാലും ഈ പത്രം 18 സമയം അവസാനിക്കുന്നത് നിരന്തരം എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാലും ചില പത്രങ്ങൾ കൂടി നമ്മൾ എടുത്തു വെച്ചിരുന്നു. എന്തായാലും സമയപരിമിതി മൂലം അവസാനിപ്പിക്കുകയാണ്. നാളെയും ഇതേ സമയം പത്രം 18. നന്ദി കിരൺ ബാബു. എന്തായാലും കുറഞ്ഞ സമയം കൊണ്ട് വിശദമായി തന്നെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് തന്നെയാണ്